അപ്പം ഇപ്പൊ ചെയ്യുന്നത് ബിസിനസ് ആണോ അവിടെ? ഇപ്പൊ ഞാൻ റിട്ടയർഡാ. വയസ്സായി 28. 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത് എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ, അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനുള്ള പൈസ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വർഷം. സോ ഇതാണ് UK-ലെ ആ വേദനിക്കുന്ന കോടീശ്വരൻ. ജോലിക്കൊന്നും പോകാതെ പട്ടികളെ കളിപ്പിച്ചിരുന്ന് ഗെയിം കളിച്ച് കോടികൾ സമ്പാദിച്ച് 28ാമത്തെ വയസ്സിൽ റിട്ടയർ ആയ ആ UK-കാരൻ ആൻവിൻ. അപ്പോ ഇൻസ്റ്റഗ്രാമിലൂടെ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ് പുള്ളി നയിച്ചുകൊണ്ടിരിക്കുന്നത്. റീൽസിനൊക്കെ മില്യൺ കണക്കിന് വ്യൂസ് ആണ്. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് എന്താണ് ജോലി എന്ന്. ജോലി ഇതുവരെ പുള്ളി വെളിപ്പെടുത്തിയിട്ടില്ല. UK-യിൽ മാത്രമാണെന്നറിയാം. ഭയങ്കര ലക്ഷറി ലൈഫൊക്കെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളുമായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ തന്നെ ഡ്രേക്ക് റമോയി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥയൊന്നും എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ല. സംഭവം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. പുള്ളിക്കാരൻ ഒരു വൈഫിന്റെ UK-യിലെ നേഴ്സ് വിസയിലാണ് ആക്ച്വലി UK-യിൽ എത്തുന്നത്. ഇപ്പൊ UK സിറ്റിസൺ എന്നൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ പുള്ളി ഒരു വിസയിൽ വിസിറ്റിംഗ് വിസയിൽ UK-യിൽ വന്നിട്ട് ഒരു കെയർ ഹോമിന്റെ പാർട്ണറായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ 11 മാസം മുമ്പ് ആ കെയർ ഹോം പൂട്ടി പുള്ളിയുടെ അതിൽ നിന്നുള്ള പാർട്ണർഷിപ്പ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നിലവിൽ പുള്ളി ഈ കാണിക്കുന്ന ഫ്ലാറ്റും ആ ഡോഗ്സും കാർസും ഒക്കെ ആരുടേതാണ് എന്താണെന്നൊന്നും നമുക്ക് ഒരു വിവരവുമില്ല. ഇപ്പൊ എന്തായാലും 21 കാർ ഉണ്ടെന്ന് പറഞ്ഞ പുള്ളിക്ക് ആകെ അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ഒരു വർക്ക്ഷോപ്പിൽ കിടക്കുന്ന നിസാൻ പെട്രോളും ഉണ്ടെന്നാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അൻവിനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷേ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK-യിൽ നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK-യിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് നിന്ന് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത് എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ, അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനുള്ള പൈസ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK-യിൽ? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചതാരാണെന്ന്. ആൻവിൻ എന്ന UK-യിലെ കോടീശ്വരനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരാനുണ്ടെന്നാണ് ഡ്രേക്ക് റമോയി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ ആൻവിൻ പ്രതികരിച്ചിട്ടുള്ളത് പട്ടി കുരയ്ക്കുന്ന ഒരു സ്റ്റോറി ഇട്ടുകൊണ്ടാണ്.